ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് എന്താണ് ഒരു മ്യൂച്വൽ ഫണ്ട് എന്നും ഈ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ പലതരത്തിലുണ്ട് എന്നും അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് പറയാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫണ്ട് മാനേജർ പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് അതൊരു വലിയൊരു കോർപ്പസ് എമൗണ്ട് ആക്കി ആ എമൗണ്ട് ഇതിൽ ഇക്വിറ്റിയിലോ ബോണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഫണ്ട് ഗ്രോ ചെയ്യുമ്പോൾ അതിന് റിട്ടേൺസ് ആൾക്കാരെ കൊടുക്കുന്ന ഒരു സ്കീമാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഒരു സിമ്പിളായിട്ട് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ആൾക്കാർ 1 രൂപ വെച്ച് ഒരാളുടെ കൊടുത്തു, അപ്പം 100 രൂപയായി. ആ 100 രൂപ വെച്ച് അയാൾ ഒരു ഷെയർ മേടിച്ചു തിരികെ, എന്താ പറയുക, ഒരു അശോക് ലൈലാൻഡിന്റെ ഒരു ഷെയർ മേടിച്ചു. അത് കഴിഞ്ഞ് കുറച്ചാൾ വെയിറ്റ് കഴിഞ്ഞപ്പോൾ ആ അശോക് ലൈലാൻഡിന്റെ വാല്യൂ ഇപ്പം 100 രൂപയാണെങ്കിൽ അത് 200 രൂപ തന്നെയായിരിക്കുക. അപ്പോൾ ഈ 100 പേര് 1 രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. 100 രൂപയായിരുന്നു അന്നേരം ഉണ്ടായിരുന്ന ക്യാപിറ്റൽ, ഇപ്പം ഇത് 200 രൂപയായി. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ 200 ആയി. അപ്പോൾ 200 ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ ഒരു യൂണിറ്റിന്റെ വാല്യൂ 2 രൂപയാവും. അവർ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഒരു യൂണിറ്റിന്റെ വാല്യൂ 1 രൂപയായിരുന്നു, ഇപ്പം അത് 2 രൂപയായി. അപ്പം അങ്ങനെ ഒരു 5 യൂണിറ്റ് ഒന്നിച്ച് മേടിച്ച ഒരാളാണെങ്കിൽ 5 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പം അത് 10 രൂപയായി. ഇങ്ങനെ ഫണ്ട് ഗ്രോ ചെയ്യുന്നതിനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ടിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം അശോക് ലൈലാൻഡിന്റെ ഷെയറാണ് 100 രൂപയ്ക്ക് ഒരെണ്ണം മേടിച്ചതെങ്കിൽ ആ ഷെയറിന്റെ വാല്യൂ 100 രൂപ 50 രൂപയായിട്ട് കുറയുമായിരുന്നു ചെയ്തതെങ്കിൽ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് അത് ടോട്ടൽ ഫണ്ട് ഇപ്പം ഉണ്ടാവുന്ന കോർപ്പസ് 50 രൂപയുള്ളൂ. 100 ആൾക്കാരുണ്ട്. അപ്പോൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്ത 1 രൂപയുടെ വാല്യൂ 50 പൈസയായിട്ട് കുറയും. അതായത് 50 ഡിവൈഡഡ് ബൈ 100 50 പൈസയായിട്ട് കുറയും. അങ്ങനെ മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി ലിങ്ക്ഡ് ആയതുകൊണ്ട് ഇക്വിറ്റിയുടെ പെർഫോമൻസ് അനുസരിച്ച് പൈസ കൂടുകയും കുറയുകയും ചെയ്തിരിക്കും. അപ്പോൾ ഇതിനുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇക്വിറ്റി ലിങ്ക്ഡ് ആയതുകൊണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ ഷെയർ മാർക്കറ്റ് പെർഫോം ചെയ്യുവാണെങ്കിൽ ഈ ഇക്വിറ്റിയുടെ വാല്യൂ നല്ല രീതിയിൽ കൂടും. അപ്പോൾ ഹോൾഡിങ്സിന്റെ വാല്യൂ നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഈ മ്യൂച്വൽ ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ NAV എന്താണെന്ന് മനസ്സിലായി. NAV നെറ്റ് അസറ്റ് വാല്യൂ, ഈ ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് പറഞ്ഞത്. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് മേടിക്കുന്ന 10 യൂണിറ്റ് 20 യൂണിറ്റ് 1000 യൂണിറ്റ് 5000 യൂണിറ്റ് അങ്ങനെ യൂണിറ്റ്സ് ആയിട്ടാണ് മേടിക്കുന്നത്. മോസ്റ്റ്ലി എല്ലാ മ്യൂച്വൽ ഫണ്ടിന്റെ മിനിമം പറയുന്ന എമൗണ്ട് 5000 ആണ്. ലംസം ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ മിനിമം ആയിട്ട് പറയുന്നത്. അതിപ്പോൾ SIP മോഡലിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക്കലി ഇൻവെസ്റ്റ്മെന്റ്, അതായത് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ഈവൻ 100 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഇൻവെസ്റ്റ്മെന്റ് സ്കീം വരെ ഉണ്ട്. അല്ലെങ്കിൽ 10000 രൂപയ്ക്ക് 1000 രൂപ ഇൻവെസ്റ്റ്മെന്റ് മന്ത്ലി ചെയ്യാം, ഇയർലി ചെയ്യാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാവുന്ന രീതി എന്താണോ ആ രീതിയിൽ നമുക്കൊരു പ്ലാൻ സെലക്ട് ചെയ്യാൻ പറ്റും. ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ്. ഐഡിയലി 3 രീതിയിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ അടുത്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന, നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ബ്രോക്കറിന്റെ അടുത്ത് നമുക്ക് ആ ഡിമാറ്റ് അക്കൗണ്ട് വഴി നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് മേടിക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ ഇഷ്ടംപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സും ഫണ്ട് മാനേജേഴ്സും ഇൻഡിപെൻഡന്റ് പ്ലെയേഴ്സും മാർക്കറ്റിലുണ്ട്. അപ്പൊ ഇവരുടെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഫണ്ട് മാനേജ്മെന്റ് കമ്പനി, അതായത് ഇപ്പോൾ നമ്മൾ ICICI പ്രൊഡന്റ് അല്ലെങ്കിൽ SBI ഇക്വിറ്റീസ്, അങ്ങനെ ഒരുപാട് ബാങ്കുകൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ട് മാനേജ്മെന്റ് കമ്പനികളുണ്ട്. അപ്പൊ അവരുടെ അടുത്താണെങ്കിൽ അവരുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ഓഫ്ലൈനായിട്ട് നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ മേടിക്കാൻ പറ്റും. പിന്നെ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഫണ്ട് മാനേജേഴ്സും നല്ല അഡ്വൈസേഴ്സും ആയിരിക്കും അവിടെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾ എന്താണോ അതനുസരിച്ചുള്ള നല്ല ഫണ്ടുകൾ നമുക്ക് അവർ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ് പ്രോസസ്സ് ഭയങ്കര ഈസി ആയിരിക്കും. പിന്നെ ഡിമാറ്റ്, അടുത്ത രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞു, ഡിമാറ്റ് അക്കൗണ്ട് വഴി നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്. ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് ഏത് ബ്രോക്കറിന്റെ അടുത്തും സ്റ്റാർട്ട് ചെയ്യാം. ഇനി സീറോദ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അപ്സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഏഞ്ചൽ ബ്രോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അവരപ്പോൾ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ട് പ്ലസ് ഡിമാറ്റ് അക്കൗണ്ട് ആയിട്ടാണ് തരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പോർട്ടലിൽ ഇരുന്ന് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഏതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് അവൈലബിൾ ഉള്ളത്, അതിന്റെ ആവറേജ് ഗ്രോത്ത് റേറ്റ് എത്രയാണ്, കഴിഞ്ഞ വർഷം എത്ര പെർഫോമൻസ് തന്നു, നമുക്ക് അടുത്ത കൊല്ലത്തേക്കുള്ള ഒരു ഫോർകാസ്റ്റ് വരെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ഓൺലൈൻ സെലക്ട് ചെയ്ത് ഓൺലൈൻ തന്നെ ബൈ ചെയ്യാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് പ്രോസസ് ഫിനിഷായി നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇൻഡിപെൻഡന്റ് പ്ലേയേഴ്സിനെ ഞാൻ പറഞ്ഞല്ലോ, അവരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അടിപൊളി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് അധികം ഓഫീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഓൺലൈനിൽ നല്ല പ്ലാറ്റ്ഫോം ആയിരിക്കും. വളരെ ക്ലിയർ കട്ടായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും അവർ പ്രോസസ്സൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യുക, എത്ര റിട്ടേൺസ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അവരെല്ലാം കൂളായിട്ട് അവരുടെ പോർട്ടലിൽ കയറി നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും KYC ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനൊക്കെ 10-15 മിനിറ്റ് പരിപാടി മൊത്തം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് അവിടെ ഈസി ആയിട്ട് പൈസ അപ്ലോഡ് ചെയ്യുക, ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ SIP മോഡലിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ അവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് എത്ര നാളത്തേക്ക് വേണമെന്നുള്ളത് നമുക്ക് അവിടെ ക്ലിയർ ഇൻസ്ട്രക്ഷൻ കൊടുക്കാം.
എല്ലാത്തിൻ്റെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷനും എല്ലാം നമുക്ക് അവിടെ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ 3 പേരെടുത്ത് നമുക്ക് ഈസി ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സ് അക്കൗണ്ട് എടുക്കാൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ബ്ലോഗായിട്ട് കൊടുക്കാം, ഒരു ലിങ്ക് കൊടുക്കാം. അത് എൻ്റെ ഒരു വെബ് ബ്ലോഗിൻ്റെ ലിങ്കാണ്. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ്. ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എങ്ങനെയാണ് എന്തൊക്കെ തരമാണ് മ്യൂച്വൽ ഫണ്ട്സ് ഉള്ളത് എന്ന് ഞാൻ പറയാം. ബേസിക്കലി ഐഡിയലി 4 മ്യൂച്വൽ ഫണ്ട് ടൈപ്പാണുള്ളത്. പക്ഷേ അതിനെ ഡിറൈവ് ചെയ്ത് പിന്നെ ഒരു 4 ടൈപ്പ് കൂടെയും കോമൺലി അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. ആദ്യത്തെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് എമൗണ്ട്, അതായത് കോർപ്പസ് കംപ്ലീറ്റ് വരുന്നത്, അതായത് ഇപ്പം 100 ആളുടെ നിന്ന് പൈസ മേടിച്ചിട്ട് എല്ലാവരുടെയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റി ഫണ്ടുകളിലായിരിക്കും. അതായത് ICICI അല്ലെങ്കിൽ TCSൻ്റെയോ അങ്ങനെയുള്ള ഏതെങ്കിലും നല്ലൊരു കമ്പനികളിലെ ഇക്വിറ്റിയിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫണ്ട് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ കോർപ്പസും ഗ്രോ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ NAVയും ഗ്രോ ചെയ്യും, നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടും. അതാണ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞത്. ഇനി ഫിക്സഡ് ഇൻകം ഫണ്ട്സ് എന്ന് പറഞ്ഞ സ്കീമുകളുണ്ട്. അതായത് അത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസിലോ ബോണ്ടുകളിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഫിക്സഡ് റിട്ടേൺസ് കിട്ടും. ഈ ഇക്വിറ്റി ഫണ്ടായി കഴിഞ്ഞാൽ പ്രോബ്ലം വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ടോട്ടൽ വാല്യൂ കുറയാനാണ് ചാൻസ്. മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമാണ് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഈ ഫിക്സഡ് ഇൻകം ഫണ്ടിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആൻഡ് ബോണ്ട്സ് ആയതുകൊണ്ട് 100% ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് ആ പറയുന്ന മിനിമം പെർസെൻറ്റേജ് റിട്ടേൺസ് കിട്ടും. പക്ഷെ അതിന് വലിയൊരു എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അവരാ പറയുന്ന ഗ്രോത്ത് മാത്രമേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ മണി മാർക്കറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ വേറെ സ്കീമുണ്ട്. അതായത് 100% റിട്ടേൺസ് കിട്ടുന്ന നല്ലൊരു സെക്യൂരിറ്റീസിൽ മാത്രമായിരിക്കും അങ്ങനെയുള്ളതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനുള്ള ഗ്രോത്ത് കമ്പാരിറ്റീവ് വളരെ കുറവായിരിക്കും. ഈവൻ ഒരു FD ഒക്കെ ഗ്രോത്ത് തന്നെയാണ് ഉണ്ടാവത്തുള്ളൂ. പക്ഷേ 100% ഗ്യാരണ്ടീഡ് റിട്ടേൺസ് നമുക്ക് ഇങ്ങനത്തെ മ്യൂച്വൽ ഫണ്ട്സ് തരും. പിന്നെയുള്ളതാണ് നല്ലൊരു ഫണ്ടാണ് ബാലൻസ്ഡ് ഫണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി ഫണ്ടിന്റെയും ഫിക്സഡ് ഇൻകം ഫണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതായത് ഒരു പോർഷൻ അവർ കൊണ്ടുപോയി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, അടുത്ത പോർഷൻ 100% റിട്ടേൺസ് തരുന്ന ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വിറ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടിന്റെ വാല്യൂ നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. ഇനിയിപ്പോൾ താഴേക്ക് പോയാലും ഈ ബാലൻസ് പകുതി പോർഷൻ ബാലൻസ് ഫണ്ടിലാണ് കിടക്കുന്നതുകൊണ്ട് അത് ഒരു ആവറേജ് ഔട്ട് ചെയ്ത് നമുക്ക് അത്ര നഷ്ടം സംഭവിക്കുന്നില്ല. ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടുകയും ചെയ്യും. അതാണ് ബാലൻസ് ഫണ്ടിന്റെ ഗുണം. ഇനി അടുത്ത ടൈപ്പാണ് ഇൻഡെക്സ് ഫണ്ട്. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻഡെക്സിലായിരിക്കും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ബാങ്കിന്റെ ഇൻഡെക്സിലോ അല്ലെങ്കിൽ നിഫ്റ്റിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻഡെക്സ് കമ്പനികളിൽ മാത്രമായിരിക്കും അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ട് മാനേജേഴ്സിന് കൂടുതൽ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ ചുമ്മാ ഇൻഡെക്സ് ചെക്ക് ചെയ്തിട്ട് ആ ഫണ്ടിൽ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആ ഇൻഡെക്സ് ഗ്രോ ചെയ്യുന്നതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ അതിലുള്ള എല്ലാ ഇക്വിറ്റീസും ഗ്രോ ചെയ്യാണല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഫണ്ടും ഗ്രോ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഫണ്ടുകൾ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ അഡീഷണൽ എക്സ്പെൻസ് കുറവായിരിക്കും. കാരണം ഫണ്ട് മാനേജേഴ്സിന് അധികം വർക്കില്ല. അപ്പോൾ അവരുടെ ചാർജസ് വളരെ കുറവായിരിക്കും. പിന്നെ ഒരു ആവറേജ് ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻഡെക്സ് ഫണ്ടുകളിൽ ഓവർ ഹെഡ്സ് കുറവായതുകൊണ്ട് ഗ്രോത്ത് കൂടുതലാവാനാണ് ചാൻസ്. അല്ലെങ്കിൽ എന്നാ വിഷയം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇക്വിറ്റി ഫണ്ട് ആണെങ്കിലും ഫിക്സഡ് ഇൻകം ഫണ്ടൊക്കെ ആണെങ്കിലും ഈ ഫണ്ട് മാനേജേഴ്സിന്റെ ചാർജും പിന്നെ ഇവരുടെ പ്രോസസിംഗ് ചാർജും എല്ലാവരെയും ഈ ഫണ്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ഗെയിനിൽ നിന്നാണ് അവർ എടുക്കുന്നത്. അപ്പോൾ ആ ഓവറോൾ ഗെയിൻ അവിടെ കുറയുവാണ്. പക്ഷെ ഈ ഇൻഡെക്സ് ഫണ്ട് കേസിൽ ഗെയിൻ കൂടുന്നത് നിന്ന് കുറച്ച് എമൗണ്ട് മാത്രമാണ് ഇവർ സർവീസ് ചാർജായിട്ട് പോകുന്നുള്ളൂ. ഇനി അടുത്താണ് ഫണ്ട് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി. അതെന്നാ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോർപ്പസ് ഉണ്ടാക്കിയിട്ട് നല്ല ഇക്വിറ്റി ഫണ്ടുകളിൽ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ, നല്ല റിട്ടേൺസ് തന്നെ വേറെ മ്യൂച്വൽ ഫണ്ടുകളുണ്ടല്ലോ, അതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോഴും കമ്പാരിറ്റീവ്ലി ഫണ്ട് മാനേജേഴ്സിന് വർക്ക് കുറവാണ്. ഈ ഫണ്ട് കാരണം ഒരു ഫണ്ട് മാനേജർ മറ്റേ ഫണ്ട് മാനേജറിന്റെ കേപ്പബിലിറ്റി രണ്ടുപേരുടെയാണ് കേപ്പബിലിറ്റി കോമ്പൗണ്ട് ചെയ്ത് വരുവാണ്. അപ്പോൾ ശരിക്കും ഫണ്ട് ഓഫ് ഫണ്ടുകളിൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. പിന്നെയുള്ളതാണ് സ്പെഷ്യാലിറ്റി ഫണ്ട്. സ്പെഷ്യാലിറ്റി ഫണ്ട് പല രീതിയിലുണ്ട്. അതായത് ഇപ്പോൾ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇപ്പം എന്താ പറയുക ഒരു എത്തിക്സ് മാത്രമായിട്ടുള്ള സ്റ്റോക്കുകൾ, അതായത് ഇപ്പം ആൽക്കഹോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി നല്ല സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എത്തിക്സ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ തീം വെച്ചൊക്കെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് സ്പെഷ്യാലിറ്റി ഫണ്ട് എന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഫണ്ടുകൾക്ക് കമ്പാരിറ്റീവ്ലി ഗ്രോത്ത് റേറ്റ് അത്ര പറയാൻ പറ്റത്തില്ലെങ്കിലും അപ്പം നമ്മുടെ ഒരു എത്തിക്സ് എന്താണോ അതനുസരിച്ചൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തൊരു കാറ്റഗറിയാണ് ELSS, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം. ഇതും ശരിക്കും ഒരു ഇക്വിറ്റി ഫണ്ട് തന്നെയാണ്. പക്ഷേ ഇതിനൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇതിനൊരു ATCയുടെ കീഴിൽ ടാക്സ് എക്സംഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടാക്സ് സേവ് ചെയ്യാനും പറ്റും. പക്ഷേ ഇതിനൊരു മിനിമം ലോക്കിൻ പീരീഡ് ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ
ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞാൽ ഡിസ്കഷനിൽ കൊടുക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ കാണാൻ സമയം ചെലവഴിച്ച നിങ്ങൾക്ക് താങ്ക്സ്. ബൈ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ കമന്റ് ചെയ്യാൻ മടിക്കണ്ട. ബൈ. സി യു.